ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് കാര്യമാണ് യൂണിവേഴ്സിന് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്നാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വൈരുദ്ധ്യമുള്ള വ്യക്തികളാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലീജിയൻ വൈസ് ആവാം, കാസ്റ്റ് വൈസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ നേച്ചറായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിലൊരു സിമിലാരിറ്റീസ് ഉള്ള വ്യക്തികളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സിമിലാരിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകാനുള്ള റീസൺ. അതായത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു ചെറിയ ചെറിയ പൊരുത്തമായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നതായിരിക്കില്ല, ഇവരുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് യോജിച്ചു പോകാൻ കഴിയുന്നതായിരിക്കില്ല. എങ്കിൽ പോലും ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അത് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളായതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നല്ല. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവർക്ക് പകരമായിട്ട് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി ഇവരെ പോലെ ആരെങ്കിലും വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്നേഹമായിരിക്കാം, കെയറിങ് ആയിരിക്കാം, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊന്നിനും വേണ്ടി അല്ലെങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ മൈൻഡ് ഉള്ളത്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോയ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സ്നേഹം തന്നിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങളുടെ പാരൻസിൽ നിന്ന് കിട്ടാതെ പോയ ഒരു സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ചിലവർ അമ്മയുടെ സ്നേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്, അത് ചിലപ്പോൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അച്ഛൻ്റെ കെയർ, പ്രൊട്ടക്ഷനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോൾ കിട്ടാത്തവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു ഫാക്ടർ ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, ഇങ്ങനെയുള്ളൊരു സ്ഥാനത്തിന് പുറമേ ആയിട്ട് നിങ്ങൾക്ക് മറ്റാരൊക്കെയോ ആണ് ഈ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് അകന്നിരിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ മൈൻഡിൽ അവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവരെക്കുറിച്ചാണ് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് പോലും അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞ് വിഷമിച്ച് കഴിയുമ്പോഴൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, ഇതൊന്ന് ഇരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിൽ വരാതെ ഇരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഇവരുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കണക്റ്റായി തീരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. അതേസമയം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റെന്തോ ഒരു ഫാക്ടറിലും കൂടി കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശവും കൂടി ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ളൊരു സമയത്തായിക്കോട്ടെ, അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റെന്തോ ഒരു ഫാക്ടർ കൂടി അവരെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം.
അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങളോടുള്ളൊരു താല്പര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്ടം കൂടി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നോർമലി അവർ നിങ്ങളെ കാണുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് അവരുടെ മൈൻഡിനകത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അതായത് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടാവാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അവരായിരിക്കാം കുറച്ചും കൂടി റിച്ച് ആയിട്ട് നിൽക്കുന്നത്, അപ്പോൾ അവരായിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രാധാന്യം വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫീച്ചേഴ്സിലൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് അഡ്മയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഉയർന്നൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. അതുപോലെ എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലൊക്കെ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡുള്ള മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് 10 പേരോട് പറയാനായിട്ടുള്ള ഇതെൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ എൻ്റെ വൈഫ്, ഹസ്ബൻഡ് എന്നൊക്കെ പറയാനായിട്ട് കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അത് അവരെ ഒരുപാട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം, കെയർ അതെല്ലാം അവർക്ക് ഇഷ്ടമാണ്, അവർക്കത് നിങ്ങളോട് തിരിച്ചുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ അല്ലെങ്കിൽ അത്രയും ഒരു ഡിവൈൻ കണക്ഷൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോഴും നിങ്ങൾ ആ ഒരു തരത്തിൽ തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആ ഒരു പേഴ്സൺ ചിലപ്പോൾ സ്റ്റേബിൾ ആവാനായിട്ടൊന്ന് കഷ്ടപ്പെടുന്നതായിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളെ കൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവാം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്യുവറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയുന്നത് ചിലപ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോടുള്ള ഒരു അഡിക്ഷൻ കാരണമായിരിക്കാം ആ ഒരു തരത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഓവറായിട്ട് അഡിക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മുതലെടുക്കുകയാണോ എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്കല്ലാതെ ഇത് പുറമേ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഡ്വൈസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് പേര് പല ഒപ്പീനിയൻ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഴയതുപോലെ ആവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ടു മെനി കുക്സ് സ്പോയിൽ ദ ഗ്രോത്ത് എന്ന് പറയുന്ന പോലെ ഒരുപാട്, നമ്മൾ മലയാളത്തിൽ പറയില്ല, ഒരുപാട് ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. പലയിടത്തുനിന്ന് പലതും പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുന്നില്ല. ആകെ നിങ്ങൾക്കൊരു ഏകാന്തത അല്ലെങ്കിൽ ഒരു സോളിറ്റ്യൂഡ് അനുഭവപ്പെടുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു സമയം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും സാധിക്കാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഫിസിക്കലി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സാമീപ്യം അടുത്തുണ്ടാവാനായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ഒരു തോട്ടെല്ലാം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്, നേരത്തെ ആ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വന്നിട്ടുള്ളതിൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളൊരു റീസണും കൂടി ഉണ്ടാവാം. അതായത് ഒരു എക്സ്ട്രാ ആയിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഒരു ബോണസ് പോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ പ്യുവർലി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ തന്നെയാണ് നോക്കി കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അവരുടെ മൈൻഡിനകത്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൂടുതലൊരു പ്രാധാന്യത്തോടെ കടന്നിരുന്നെങ്കിൽ അതൊന്നും ഇപ്പോൾ അവർ കണക്കാക്കുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എക്സ്ട്രാ ബ്യൂട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് ആണെന്നുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളതോ അതൊന്നും ഇപ്പോൾ അവരുടെ മൈൻഡിനകത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടല്ല
ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്യുവർലി അവരുടെ ഒരു മൈൻഡിൽ നിങ്ങൾ തിരികെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹവും റിലേഷൻഷിപ്പും വീണ്ടും പഴയതുപോലെ ആവണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്രമല്ല, ഈ ഒരു വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ഇവരെക്കുറിച്ച് ആലോചിക്കുന്നത്, പലപ്പോഴും നിങ്ങളുടെ മൈൻഡിനകത്ത് ഇവർ കയറി വരുന്നത്, അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ കാര്യം. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരേത് ജോലിക്കകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്കും ഇതിനകത്ത് ഉണ്ടാവുക. അതായത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം ആ ഒരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എഡിക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനകത്ത് ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ സാഡായിട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അവർ ഒരുപാട് മെൻ്റൽ പ്രഷറിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ മൈൻഡിന് ആ ഒരു തരത്തിലുള്ള തോട്ടുകളെല്ലാം വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണെന്നുള്ളത് ഈ ഒരു വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കും ആ ഒരു തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഫിസിക്കലായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ല, മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു സംഭവം ഇതിനകത്ത് പോസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ, എന്താണോ ഈ ഒരു സെപ്പറേഷൻ്റെ പർപ്പസ്, അത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ അകന്ന് മാറിപ്പോകും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷന് ശേഷം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മൈൻഡിനകത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യം കൂടി അവരുടെ ഒരു മോട്ടീവായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെന്തൊക്കെയോ കാര്യങ്ങളിലും കൂടി അവർ ആകർഷിതരായിരുന്നു. അവർ സ്നേഹം മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതിനൊന്നും അല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് ആ ഒരു മൂല്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് തന്നെയാണ് വാല്യൂ ഉള്ളതെന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഓവർ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷൻ മാറിയിട്ട് ഇത് നോർമലൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ടും കഴിയണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യേണ്ടെന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഇതൊരു എക്സാം ആണ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നൊരു എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ജയിച്ച് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനകത്ത് തന്നെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. മൂവ് ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ മറന്നു പോകുക, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓർക്കാതിരിക്കുക, അങ്ങനെയല്ല. ഒരിക്കലും ഇതിനകത്ത് തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കാതിരിക്കുക. അതായത് നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥ അത് മനസ്സിലാക്കി നമ്മളത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്തൊരു നൈരാശ്യം, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷിക്കാൻ കഴിയുന്നില്ല, ആ ഒരു തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഡിക്റ്റായി കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ ഇതിനകത്ത് വേണ്ടുന്ന ഒരു സൊല്യൂഷൻ. അതായത് എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുക. അപ്പോഴാണ് നമ്മൾക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചു കഴിയുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഇത് മനസ്സിലാക്കുന്നത് അതുവരെ നിങ്ങൾക്കിത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ട്രൂത്ത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മൂവ് ഓൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ യൂണിവേഴ്സിനെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മളുടെ തലയിൽ നിന്ന് നമ്മൾ ആ ഒരു ഭാരം ഇറക്കി വെച്ച് നമ്മൾ പകരമായിട്ട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധി പോലെ വരുത്തി തരട്ടെ. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് യൂണിവേഴ്സാണ്, അല്ലെങ്കിൽ ഏത് വിധേനയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരിചയപ്പെട്ടത് ആ ഒരു ശക്തി കൊണ്ടാണ്. അപ്പം നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നതിനും എന്തു തന്നെ ആയിക്കോട്ടെ ഒരു കാരണമുണ്ട്. അപ്പോൾ വീണ്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിലും ആ ഒരു ശക്തി തന്നെ വിചാരിക്കണം. അതിന് പകരമായിട്ട് നിങ്ങൾ 24 മണിക്കൂറും കരഞ്ഞിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു കാര്യം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഹീലിംഗ് ആണ്. നിങ്ങളുടെ മാനസികമായിട്ട് പരുവപ്പെടുക എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മാറിപ്പോയിക്കോളും. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാതെ എന്തുകൊണ്ടാണോ അവർ തടസ്സമായിട്ട് നിൽക്കുന്നത്, അതെല്ലാം മാറി അവർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ആ ഒരു ഡിവൈൻ ടൈമുണ്ട്, ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഹീലിങ്ങിലേക്ക് നിങ്ങൾ പോവേണ്ടെന്ന് ആവശ്യമുണ്ട് എന്നാണ് ഈ ഒരു റീഡിംഗ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ, ആ ഒരു മഹാശക്തിയെ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യാതൊരു കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആരെന്ത് നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്തു, നിങ്ങളുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാകുന്നു, ഈ വക കാര്യങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ആ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണ്. നമ്മളല്ല ഒന്നും, അല്ലെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള വ്യക്തികളാണ്, ഇതെല്ലാം ചെയ്യുന്ന ഒരു കൈകൾ വേറെയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്ത് വലിയ റോളില്ല. നമ്മളിത് മനസ്സിലാക്കാതെ എല്ലാം നമ്മൾ തന്നെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പരിഭ്രാന്തി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സത്യം, ആ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരും. നിങ്ങളിവിടെ ഹീലാവേണ്ടതുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരത് ആ ഒരു തിരിച്ചറിയുന്ന പാതയിലൂടെ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു വേയിലൂടെ തന്നെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിച്ച് ആ ഒരു വ്യക്തിയും കൂടുതൽ കൺഫ്യൂഷൻ ആക്കാതെ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡും കൂടുതൽ ഡാമേജ് ആക്കാതെ ഇരിക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം, അത് യൂണിവേഴ്സിന് അറിയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ആഗ്രഹം അറിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഒരു ഡിവൈൻ ടൈമിൽ തന്നെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയോ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ഇൻസിഡൻസും അല്ലെങ്കിൽ എനർജീസ് എല്ലാം നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് പേര് ഇപ്പോൾ ഇതിനോടകം തന്നെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം പേര് ഡിപ്രസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ തന്നെ ചിന്തിച്ച് ഇതിൻ്റെ ഒരു ഭാവി ആലോചിച്ച് ഒരുപാടൊരു മാനസിക സമ്മർദ്ദത്തിലും പിരിമുറുക്കത്തിലും ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ഇത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ട്രൂത്ത് അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളപ്പോൾ മൂവ് ഓൺ ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ് എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. ആ ഒരു കമൻറ്റ് ചെയ്യുക മീൻസ് അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.